ഹായ് എവരി വൺ, വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. ഞാൻ ധർമ്മേട്ടൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ കഥയായിട്ടാണ്. കഥയിലേക്ക് കിടക്കാം. വർഷയുടെ കല്യാണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ചെക്കൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകുന്ന ഒരുക്കത്തിലാണ്. സുഭദ്രയെടുത്തി റൂമിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ലക്ഷ്മി, എൻ്റെ സാരിയുടെ ഞെരി ഒന്ന് പിടിക്കടി. സുഭദ്രയുടെ സാരിയുടെ ഞൊറി പിടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാരി നല്ല ഭംഗിയുണ്ട് സുഭദ്രയെടുത്തി. അപ്പോൾ സുഭദ്രയെടുത്തി പറഞ്ഞു, ഇത്തിരി ഓവറായോ ലക്ഷ്മിയെ? ഞാൻ അതിന് മറുപടി ഒന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സുഭദ്രയെടുത്തി എന്നെ പറഞ്ഞു, വല്യേട്ടൻ പറഞ്ഞു നമ്മുടെ അന്തസ്സിന് ചേരണ വിധം പുറപ്പെട്ടോളാം. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ, അതിന് ചേരുന്ന വിധം പുറപ്പെട്ടോളാൻ പറഞ്ഞു വല്യേട്ടൻ. അതുകൊണ്ടാ ഞാൻ ഡയമണ്ടും പിന്നെ ലൂയിട്ടനൊക്കെ ഇട്ട് ലൂയിട്ടൻ ബാഗൊക്കെ പിടിച്ച് ഡയമണ്ട് മാലയൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓവറൊന്നുമില്ല, സുഭദ്രയടുത്തേക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സുന്ദരി പെണ്ണുങ്ങളും പിന്നെ കുറച്ച് സ്വർണവും കാര്യങ്ങളൊക്കെ നമ്മളും കാണിക്കണ്ടേ. അത് വല്യേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഉമ്മർത്ത് നിന്നിട്ട് വല്യേട്ടൻ തിരക്കൂട്ടുന്നുണ്ട്. രാഹുകാലത്തിൻ്റെ മുന്നേ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സുഭദ്രയടുത്തിയോട് ഞാൻ പറഞ്ഞു, വേദമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വികൃതിയൊന്നും കാണിക്കരുത്, അമ്മയൊന്നും ഞാനൊന്നും വരുന്നില്ലല്ലോ, അപ്പോൾ വികൃതിയൊന്നും കാണിക്കരുത് മോളേന്ന് പറഞ്ഞിട്ടുണ്ട്, അവളിൽ നിന്ന് നോക്കണേ സുഭദ്രയടുത്തി. അങ്ങനെ സുഭദ്രയടുത്തിയുടെ കൂടെ ഉമ്മറത്തേക്ക് നടന്നപ്പോൾ സുഭദ്രയടുത്തി പറഞ്ഞു, ലക്ഷ്മി, നീ ഉമ്മറത്തേക്ക് വരണ്ട, അവിടെ വല്യമ്മാമിയും വല്യേട്ടനൊക്കെ ഉണ്ട്, അറിയാലോ, അവർ ശകുനത്തിലൊക്കെ വളരെ കണിശുള്ള ആൾക്കാരാ. വെറുതെ വല്യമ്മാൻ്റെ നിന്നും വല്യേട്ടൻ്റെ നിന്നും ചീത്ത കേൾക്കണ്ട, നീ ഇവിടെ നിന്നാൽ മതി. ശരിയാണ്, ഞാനൊരു ശകുനമാവണ്ട എന്നെനിക്കറിയാം, പക്ഷെ എന്ത് ഞാനത് ഓർത്തില്ല. വേണ്ട, സുഭദ്രയടുത്തി പൊക്കോ. സുഭദ്രയടുത്തി ഉമ്മറത്തേക്ക് പോയി. ഏകദേശം വർഷയുടെ ചെക്കൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 10-20 ആൾ പോകുന്നുണ്ട്. കാറുകൾ അടയ്ക്കുന്ന ശബ്ദവും ആരുടെയൊക്കെയോ ഒച്ചയും എല്ലാം കേൾക്കുന്നുണ്ട്. കാറ് തിരിച്ച് ഗേറ്റ് കടന്നു പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ റൂമിലേക്ക് കടന്നപ്പോൾ ശിവേട്ടൻ്റെ ഫോട്ടോയിൽ പൊടി പിടിച്ചിരിക്കും. അതിൽ തൂക്കിയിരിക്കുന്ന പ്ലാസ്റ്റിക് മാലയിൽ മാറാല കിട്ടിയിരിക്കുന്നു. എന്ത് ഞാനിത് ശ്രദ്ധിക്കാതെ എന്നും തുടച്ച് മാറാല കെട്ടാതെ ആ സ്നേഹമുള്ള പുഞ്ചിരി മനസ്സിൽ വെച്ച് നടക്കാൻ എന്നും ആഗ്രഹിച്ചോളാ ഈ ലക്ഷ്മി. പിന്നെ ഞാൻ മറന്നു മാറാല തട്ടാനും ശിവേട്ടൻ്റെ ഈ ഫോട്ടോയിലെ പൊടി തട്ടാനൊക്കെ മറന്നെന്തേ. ലക്ഷ്മിയോളെ വളർത്താനുള്ള ബന്ധപ്പാടിൽ അവൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവളെ വളർത്തുമ്പോഴും ചോറ് കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അവളൊപ്പം നടത്തും. അല്ലെങ്കിലും ശിവേട്ടൻ എപ്പോഴും എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ശിവേട്ടനായിരുന്നു വല്യേട്ടൻ്റെ കൂടെ മന്ത്രവാദ ക്രിയകൾക്കും തന്ത്രപരമായ കാര്യങ്ങൾക്കൊക്കെ വല്യേട്ടന് കൂട്ടുപോവുക ശിവേട്ടനായിരുന്നു. ശിവേട്ടന് വല്യേട്ടന് വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ശിവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്തിരി കൂടി ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തിരി കൂടി മനക്കട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വല്യേട്ടൻ്റെ പോലെ മന്ത്രം പഠിക്കായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വല്യേട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്കും കൂടി ചെയ്യായിരുന്നു. വല്യേട്ടനോട് പഠിപ്പിക്കാമെന്നും പറഞ്ഞതാ, പക്ഷെ എനിക്ക് അതിനുള്ള മനക്കട്ടിയില്ല, അതിനൊത്തിരി ധൈര്യം വേണം. അതെന്താ ശിവേട്ട, നിങ്ങൾ കുറേ കാലമായിട്ട് വല്യേട്ടൻ്റെ കൂടെ പോണതല്ലേ, ഓരോ ബാധകൾ ഒഴിപ്പിക്കാനും മറ്റു മന്ത്രങ്ങൾക്കും അമ്പലങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പോണതല്ലേ,
പിന്നെന്തേ അന്ന് ജിജ്ഞാസയോടെ ചോദിച്ചേ. അപ്പം ശിവേട്ടൻ പറഞ്ഞു, ഒരിത്തിരി ചങ്കുറപ്പ് വേണം. ഉപവാസം മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അതെന്താ? അപ്പോഴാണ് ശിവേട്ടൻ പറഞ്ഞത്, രാത്രി എല്ലാവരും ഉറങ്ങിയ സമയം വേണം. അതായത് പ്രകൃതി ഉറങ്ങണം, എല്ലാ ചരാചരങ്ങളും എല്ലാം ഉറങ്ങണം. ആ സമയത്ത് കടവിൽ പോകണം. കടവിൽ പോയി വെള്ളത്തിനെ ഉണർത്താതെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കണം. എന്നിട്ട് കൈകൊണ്ട് തഴുകി വെള്ളത്തെ ഉണർത്തണം. പല പരീക്ഷണങ്ങളും ഉണ്ടാവും. അതൊക്കെ പരീക്ഷണത്തിലൊന്നും പേടിക്കാതെ, നമ്മൾ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ നമ്മളിതൊക്കെ ചെയ്യണം. മനസ്സ് പാടിയാൽ പിന്നെ ഫലം ഭ്രാന്താ. അയ്യോ, അത്രയും മതിയാ. അതുപോരാ, വെള്ളത്തിൽ മുങ്ങണം. മുങ്ങിയിട്ട് ഉള്ളം കയ്യിൽ ഒരു കല്ലെടുക്കണം. കല്ലെടുത്തിട്ട് ഈറനോടെ വന്നിട്ട് അത് വലിയേട്ടന് കൊടുക്കണം. അന്ന് ശിവേട്ടൻ ഇതൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിൽ പേടി തോന്നി. ശിവേട്ടനോട് അതൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ശിവേട്ടൻ മരിച്ചിട്ട് 14-ൻ്റെ അന്ന് സുഭദ്രയുടെ അമ്മയോട് പറയുന്നുണ്ട്, ശിവേട്ടന് 40-ാം വയസ്സിൽ അപമൃത്യുണ്ട്. അവർക്കൊക്കെ അറിയായിരുന്നു ശിവേട്ടൻ 40-ാം വയസ്സിൽ മരിക്കും. വല്യേട്ടന് അറിയായിരുന്നു, വല്യമ്മാമയ്ക്ക് അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം ഞാൻ അറിയാത്തത് നന്നായി. സുഭദ്രയുടെ സാരിക്ക് 8,000 റുപ്യ അത്ര വില. വർഷ എഴുസൽ. ഞാൻ പറഞ്ഞു, അത് നല്ല സാരിയാണല്ലോ, 10,000 റുപ്യക്ക് വില ഉണ്ടാവും. എവിടെ? സുഭദ്രയെടുത്തി എന്ന് പറഞ്ഞാൽ എന്തും കൂട്ടി പറയുന്ന ആളാ. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ സാരി കടുത്ത കളർ തന്നെ? ഇന്നത്തെ കളർ കണ്ട, ലക്ഷ്മി എടുത്ത് കണ്ടില്ലേ ഇന്നത്തെ കളർ? ചോപ്പ്, കടുത്ത ചോപ്പ്. ഇത് ഈ പ്രായമൊക്കെ കുറച്ച് നോക്കണ്ടേ? വലിയേട്ടൻ്റെ ഭാര്യയില്ലേ, അതിനുള്ള പ്രായമൊക്കെ ആയില്ലത്. അതിന് കുറച്ച് പ്രായമൊക്കെ നോക്കിയിട്ട് ഇത്ര ഈ കണ്ണിച്ചിങ്ങനെ കളറൊക്കെ കിട്ടണം. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സുഭദ്രയെടുത്തി നല്ല സുന്ദരിയല്ലേ, സുഭദ്രയ്ക്ക് ഏത് സാരി നല്ല രസമല്ലേ. അപ്പോ വർഷ പറഞ്ഞു, എന്ത് രസം ഉണ്ടാക്കിയ എന്താ കാര്യം? മുഖത്തുള്ള അഹങ്കാരം അതങ്ങോട്ട് മാറ്റി വെച്ചാൽ തന്നെ രസമുള്ളൂ. എന്തു സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനിയഴകല്ല, ആ അഹങ്കാരം മുഖത്ത്. ആ മാലട്ടേൻ്റെയും ഡയമണ്ട് ഇട്ടതിൻ്റെയും നല്ല സാരി ഇട്ടതിൻ്റെയും ഒക്കെ അഹങ്കാരം, വലിയ കോലത്തേന്നുള്ള അഹങ്കാരം, അത് മാറ്റി വെച്ചാൽ തന്നെ സുഭദ്രയെടുത്തി രസമുള്ളൂ. അല്ലെങ്കിൽ എന്താ, കണ്ടാൽ തന്നെ ഒരു കുശുമ്പ് ലക്ഷണം. അയ്യോ, മറന്നു, അച്ചമ്മയ്ക്ക് കഞ്ഞി കൊടുത്തിട്ടില്ല, കടലപ്പേരി വറവിട്ടിട്ടില്ല. വേഗം അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ കടലപ്പേരി വറവിട്ടു, കഞ്ഞി പാത്രത്തിലേക്ക് ഒഴിച്ചു, ചൂട് പാകാക്കി അച്ചമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അച്ചമ്മ കഞ്ഞി കുടിപ്പിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് സങ്കടം ഉണ്ടാ, നീ പോവാൻ പറ്റിയില്ല അല്ലേ, നിനക്ക് സാരമില്ല, നല്ല കാലത്ത് എല്ലായിടത്തും പോയില്ലേ, നല്ല കാലത്ത് ജീവിച്ചില്ലേ. അത് കേട്ടപ്പോൾ മനസ്സ് വിഷമെങ്കിലും അച്ഛമ്മയോട് പറഞ്ഞു, സാരമില്ല, എനിക്കതിൽ വിഷമമൊന്നുമില്ല. വേദമോള് പോയിട്ടുണ്ട്, അവള് മാമൻ്റെ കൂടെയും ഇവരെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ സുഭദ്രയെടുത്തി ഉണ്ടല്ലോ, സുഭദ്രയെടുത്തിയോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവൾ വിരുദ്ധി കാണിക്കാൻ. അങ്ങനെ വർഷയുടെ വീട്ടുകാരൊക്കെ ഒരു 3 മണിയാകുമ്പോഴത്തേക്കും വന്നു. വലിയേട്ടൻ വർഷേനെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത മാസത്തേക്ക് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നല്ല ആൾക്കാരാണ്, അവിടെ കുറേ ഭൂസ്വത്തും കാര്യങ്ങളും
പിന്നെ അവരുടെ വീട്ടിൽ ബെൻസ് കാറും ഒക്കെ ഉണ്ട്, നമ്മളെക്കാട്ടി വലിയ സ്ഥിതിയിലാന്നൊക്കെ പറയും. പിന്നെ സുഭദ്രയെടുത്തിയോട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്താന്നൊക്കെ. അപ്പൊ സുഭദ്രയെടുത്തി പറഞ്ഞു ആളുകളൊക്കെ കൊള്ളാം, നമ്മളെ പോലെ ഒക്കെ നല്ല സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ തന്നെയാണ് വരും. അങ്ങനെ വർഷയുടെ കല്യാണം കാത്തിരിപ്പായി. സാരി എടുക്കാൻ പോയി വീട്ടിലെല്ലാവരും. എനിക്ക് സുഭദ്രയെടുത്തി ഒരു സാരി കൊടുക്കുന്നു തന്നു, ഒരു റോസ് സാരി. ഞാൻ സുഭദ്രയെടുത്തിയോട് ചോദിച്ചു, സുഭദ്രയെടുത്തി ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ കളറുള്ള സാരിയൊന്നും വേണ്ടാന്ന്, വെള്ളയമ എന്തെങ്കിലും ഒരു ബോർഡറാ വെള്ളയിൽ അല്ലെങ്കിൽ ചന്ദന കളറിൽ അല്ലെങ്കിൽ കളറ് കുറവുള്ള എന്തെങ്കിലും മതിയായിരുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ സുഭദ്രയെടുത്തിയോട്. സുഭദ്രയെടുത്തി പറഞ്ഞു അതിന് നിന്റെ മോള് വേദ സമ്മതിക്കണ്ടേ, അമ്മയ്ക്ക് ഈ സാരി മതി എന്ന് പറഞ്ഞിട്ട് അവളാ പിടിച്ചു. പിന്നെ അത് വേണ്ട, അമ്മയ്ക്ക് ഇത്ര കളറുള്ള സാരി വേണ്ട, ഈ റോസൊന്നും അമ്മ എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവള് കരയുള്ളൂ. അതുകൊണ്ട് പിന്നെ തന്നെ ആക്കിയതാ. വല്യമ്മ പറഞ്ഞു അതെടുത്തോളാം. എന്നാ കുഴപ്പമില്ല വേദ, അവളുടെ സന്തോഷല്ലേ, കുഴപ്പമില്ല. അങ്ങനെ കല്യാണ ദിവസം എത്തി. കല്യാണമായപ്പോൾ നേരത്തെ തന്നെ വേദേന ഒരുക്കി. അവൾക്ക് പട്ടുപാവാടയും ജാക്കറ്റും ഒക്കെ ഇട്ടുകൊടുത്തു. കയ്യിൽ നിറയെ കുപ്പിവളങ്ങളിട്ടു. കഴുത്തിൽ ഒരു പാലക്കാമാല ഇട്ടുകൊടുത്തു. രണ്ട് സൈഡിലും പൂവ് വെപ്പിച്ചു. കവിളിലൊരു മുത്തവും കൊടുത്തിട്ട് അവളോട് പറഞ്ഞു അമ്മയുടെ മോള് സുന്ദരിയായിട്ടുണ്ട് കേട്ടാ. അപ്പം അവൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്ന് അമ്മേനെ എനിക്ക് സുന്ദരിയായിട്ട് കാണണം, എന്നും ഈ സെറ്റും കൊണ്ട് എടുക്കണ്ട അമ്മ, ഇന്ന് ഈ റോസ് പട്ടുസാരി എടുത്തിട്ട് അമ്മേനൊന്ന് കാണണം. ശരിയാണ്, എൻ്റെ വേദങ്ങൾക്ക് വേണ്ടി അല്ല, വർഷയ്ക്ക് വേണ്ടിയിട്ട്. അവളുടെ കല്യാണം അന്ന് ശിവേട്ടൻ്റെ കൂടെ കല്യാണ പെണ്ണായിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇന്ന് കല്യാണ പെണ്ണായിരുന്ന വർഷ ചെറിയ കുട്ടിയായിരുന്നു. എൻ്റെ കുട്ടീനെ പോലെ അവളെ ഞാൻ വളർത്തിയതാ. ഇന്ന് അവളുടെ കല്യാണം അതെനിക്കും പ്രിയപ്പെട്ടത് തന്നെയാണ്. ജീവിതത്തിൽ നിറങ്ങളൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കണ്ടേ, മനസ്സ് പറഞ്ഞു. അങ്ങനെ ആ റോസ് സാരി എടുത്ത് കണ്ണാടി നോക്കിയപ്പോൾ സുന്ദരിയായിരിക്കുന്നു. പിന്നിൽ നിന്ന് വേദമോൾ തോണ്ടുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ കയ്യിലൊരു കഷ്ണം മുല്ലപ്പൂ എൻ്റെ നേർക്ക് നീട്ടുന്നു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട മോളെ ഇതോ. പക്ഷെ അവളുടെ ശാഠ്യത്തിന് വണങ്ങി ആ മുല്ലപ്പൂ തലയിൽ വെച്ചു. അമ്മ ബസ്സൊക്കെ വന്നിട്ടുണ്ട്, ഹാളിലേക്ക് പോവാൻ, നമുക്ക് ഉമ്മറത്തേക്ക് നിൽക്കുക, കയറുക, ബസ്സിലേക്ക് കയറുക. എല്ലാവരും ഇതാ പോയി ബസ്സിൽ കയറി സ്ഥലം പിടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ വേദമോളോട് പറഞ്ഞു നമ്മൾ വീട്ടുകാരല്ലേ, നമ്മൾ അവസാനം മോളെ പോവാ, വന്നവരൊക്കെ കയറട്ടെ എന്നിട്ടല്ലേ നമ്മൾ പോവാ. അപ്പോൾ വേദമോള് പറഞ്ഞു ഞാൻ മാമൻ്റെ കൂടെ പോട്ടെ എന്നാ. എങ്കിൽ ശരി, നീ മാമൻ്റെ കൂടെ പൊക്കോ. അങ്ങനെ വേദമോളും മാമൻ്റെ കൂടെ പോവാമെന്ന് പറഞ്ഞ് അവൾ മുന്നിലേക്ക് പോയി. ആരൊക്കെയോ ഉപ്മാവ് കഴിക്കാനും മറ്റതൊക്കെ ഇരിക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ. അവർക്കൊക്കെ വിളമ്പി കൊടുത്തു. പിന്നെ പാത്രങ്ങളൊക്കെ അടുക്കളയിലേക്ക് വെച്ച് ഉമ്മറയ്ക്ക് നടക്കുമ്പോൾ പണിക്കാരത്തി സരോജിനി വന്നു. എന്നോട് പറഞ്ഞു ലക്ഷ്മിയെടുത്തീനെ അച്ചമ്മ വിളിക്കണം. അച്ചമ്മ ചെല്ലാൻ പറഞ്ഞു. അച്ചമ്മയുടെ റൂമിൽ ചെന്നപ്പോൾ അച്ചമ്മ പറഞ്ഞു
മോളെ നീ ഇങ്ങണ്ട, നീ പോണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. വെറുതെ വല്യമ്മാമ്മയുടേക്കൊന്നും മറ്റവരേക്കൊന്നും വലിയേട്ടൻ്റെക്കൊന്നും ചീത്ത കേൾക്കണ്ട നിനക്ക്. ശിവയുള്ള കാലത്ത് കല്യാണങ്ങൾക്കും എല്ലാത്തിനും നീ നടന്നതല്ലേ. നീ ഇവിടെ ഇരുന്നാ മതി. സരോജിനിക്ക് കല്യാണത്തിന് പോണത്രേ. എൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. നീ ഇവിടെ ഇരുന്നേ. എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. നീ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ പിന്നെ നീ പൊക്കോ. ആരും വേണ്ട. ശരി അമ്മേ, ഞാൻ പോണില്ല. അമ്മയുടെ അടുത്ത് ഞാൻ ഇരിക്കാം. അങ്ങനെ അമ്മയ്ക്ക് കൂട്ടിരുന്നു. അവിടെ എല്ലാവരും പോയിരിക്കും. ഒരു മണിക്കൂറോളം കസാരയിൽ അമ്മയ്ക്ക് കൂട്ടിരുന്നു. അമ്മ കൂർക്കം വലിച്ചു തുടങ്ങി. അപ്പോൾ മണ്ഡപത്തിൽ നിന്ന് അമ്മയ്ക്ക് എനിക്ക് ചോറും കറികളും വന്നു. അവളുടെ കല്യാണത്തിൻ്റെ, വർഷയുടെ കല്യാണത്തിൻ്റെ പാലടപ്രഥമനും മറ്റും കഴിച്ച് വളരെ നന്നായിരിക്കുന്നു. എങ്കിലും ശിവേട്ടനെ ഓർത്തപ്പോൾ വേണ്ട, ഈ സന്തോഷ നിമിഷങ്ങളിലൊന്നും വെറുതെ അരുതാത്തതൊന്നും ഓർക്കല്ലേ എന്ന് മനസ്സിനോട് പറഞ്ഞു. അങ്ങനെ സമയം വീണ്ടും പോയി. ഏകദേശം 2 മണിയായി. അപ്പോഴാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്ന് അച്ഛമ്മയുടെ റൂമിലേക്ക് വല്യേട്ടനും വല്യമ്മാമയും വല്യമ്മാമ്മയുടെ ഭാര്യയും എല്ലാം കൂടി റൂമിലേക്ക് വരും. പിന്നാലെ കല്യാണപ്പെണ്ണായിട്ട് വർഷയും ഭർത്താവും. വല്യമ്മാവ് പറഞ്ഞു, മക്കളെ അച്ഛമ്മയുടെ അനുഗ്രഹം അതങ്ങോട്ട് വാങ്ങിക്കോ. അങ്ങനെ വർഷയും ഭർത്താവും അച്ഛമ്മയുടെ അനുഗ്രഹം വാങ്ങി. അച്ഛമ്മ അവരുടെ കൈ നെറുകിലൊക്കെ തൊട്ടു ആശീർവദിച്ചു. വർഷ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ മുറിയുടെ ഓരത്തേക്ക് ചാടി നിന്നു. അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ലക്ഷ്മി അടുത്ത് എന്ന് വിളിച്ചു. എന്നിട്ട് എൻ്റെ കാലുകളിൽ അവളെൻ്റെ കാലുകളിൽ തൊട്ടു, വിരലുകളിൽ തൊട്ടു. അപ്പോൾ അനുഗ്രഹിക്കാൻ പാടില്ലാത്ത എൻ്റെ കൈകൾ എന്ത് ചെയ്യണം എന്നെനിക്കറിയില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ അനുഗ്രഹിക്കാൻ പാടില്ലാത്ത ഈ കൈകൾ ഞാൻ എന്ത് ചെയ്യും? ഈ കൈകൾ ഞാൻ എന്താണ് ചെയ്യുക? അനുഗ്രഹിക്കാൻ പാടില്ലാത്ത ഈ കൈകളെ ഞാൻ എന്താ ചെയ്യുക? ഹലോ, ഞാൻ ധർമ്മേട്ടൻ. ഇവിടെ എൻ്റെ കഥ കഴിയും. കഥ അവസാനിക്കും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്.